ഹേ ഫ്രണ്ട്സ്, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കണു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമ്മായിയുടെ സ്പെഷ്യൽ പച്ചമാങ്ങ സാലഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാംഗോ സാലഡ് ഉണ്ടാക്കാനുള്ള ബേസിന് ആവശ്യമുള്ളത് ഒരു 3/4 തേങ്ങയുടെ തേങ്ങാപ്പാലാണ്, കുറച്ച് ലൈറ്റായിട്ടുള്ള തേങ്ങാപ്പാൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 2 പച്ചമാങ്ങ ഇങ്ങനെ നുറുക്കി വെച്ചത്, പുളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ആവാട്ടോ. പിന്നെ ഒരു 3 to 4 പച്ചമുളകാണ്, നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ നല്ല ടേസ്റ്റിന് വേണ്ടി ചെറിയ ഉള്ളി എടുക്കുക, അതും ഒരു 10 to 15 ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതൊക്കെ എളുപ്പത്തിലുള്ള പരിപാടി ആയതുകൊണ്ട് നമ്മൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാനാണ് പോകണം. അപ്പോൾ ഇത് നമ്മുടെ ഹാൻഡി ചോപ്പറാണ്, നിങ്ങൾക്ക് ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇനി അതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് നമ്മുടെ നുറുക്കി വെച്ചിട്ടുള്ള പച്ചമാങ്ങ ആദ്യം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്, ചോപ്പറിലേക്ക്. അപ്പോൾ ഈ ഹാൻഡി ചോപ്പർ നല്ല ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ ഞങ്ങൾ ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒരു 2-3 ബാച്ചായിട്ട് നുറുക്കിയെടുക്കണം നല്ലത്. മാങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള മാങ്ങ എടുക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഭയങ്കര പുളിയുള്ള മാങ്ങ എടുക്കാതിരിക്കുക, ഏകദേശം ഒരു ഏളം പുളിയുള്ള മാങ്ങ എടുക്കണം നല്ലത്. ഒന്ന് ആവശ്യത്തിന് കുറച്ച് നന്നായി പൊടിഞ്ഞോട്ടെ എന്ന് വിചാരിക്കണം. ഒന്നും കൂടെ ആക്കിയെടുക്കാൻ പോവാണ്. ഞാൻ ഈ സെറ്റ് ആക്കി കാണിച്ചു തരാം. ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ എല്ലാ കഷ്ണങ്ങളും മുറിച്ചിടുക എന്നുള്ളൊരു പണിയുള്ളൂ. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യം. പിന്നെ ഇതാ കാണുന്നതല്ലോ എത്രത്തോളം ആണ് നമ്മുടെ മാങ്ങ ചെറുതാക്കേണ്ടത് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഹാൻഡി മിക്സർ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ വേറൊരു ഓപ്ഷൻ, ഈ മാങ്ങകൾ ഇങ്ങനെ മുറിച്ചിട്ടിട്ട് നമ്മുടെ മിക്സിയിലത്തെ ജാറിലത്തെ ഏറ്റവും ചെറിയ ജാറുണ്ടല്ലോ, അതിൽ ഒരു 2-3 വട്ടം പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ശരിയാവും. അല്ലാണ്ട് മിക്സി അറിയാതെ ഓൺ ചെയ്യരുത്, പൾസ് ചെയ്തെടുക്കുക. എന്നാലും എന്ത് വന്നാലും ഈ ഹാൻഡി മിക്സിയാണ് നല്ലത്, അതൊന്ന് വാങ്ങിച്ച് വെക്കണം, നല്ല കാര്യമാണ്. അപ്പോൾ ഇത്ര ചെറുതാക്കിയിട്ടാട്ടോ നമ്മൾ ഇതാക്കണത്. നല്ല ചെറിയ പൊടിയായിട്ടാണ് നമ്മളത് ആക്കിയെടുക്കണത്. കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇങ്ങനെ അരച്ചിട്ടിട്ട് ലാസ്റ്റ് അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് നല്ലോണം വെള്ളമുള്ള സാലഡാണ് ഇഷ്ടം വെച്ചാൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ ഒരു സൂപ്പർ റെസിപ്പിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാലഡാണിത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുമമ്മയോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി കുറച്ച് ഉപ്പ് കുറവാണ് തോന്നുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേറൊരു അഡീഷണലായി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈ നമ്മുടെ സാലഡിലേക്ക് ഉലുവ, അതേപോലെ കരിവേപ്പില മുറിച്ചിട്ടത്, അതേപോലെ കടുക് ഇത് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ചുവന്ന മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ സൂപ്പറായിട്ടുള്ള, നമുക്ക് ചപ്പാത്തി അടക്കം വെറുതെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. 5 minutes ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് മാംഗോ സാലഡിൻ്റെ റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, താഴെ കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. ഇഷ്ടമായി കഴിഞ്ഞാൽ റെസിപ്പി എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോഴേക്കും ഞാനൊന്ന് കഴിച്ചു തുടങ്ങട്ടെ കേട്ടോ. ബൈ.